നശിച്ചവള്. നിന്റെ മുഖം കണ്ടന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. എന്റെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നത്? എന്നത്തെയും പോലെ വളരെ ശക്തിയിൽ തന്റെ മുഖത്തടിച്ച ഭർത്താവിനോടുള്ള ദേഷ്യം ആ സ്ത്രീ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോട് തീർത്തു. താൻ ചെയ്ത തെറ്റ് എന്തെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ അതിന്റെ കുഞ്ഞു ഹൃദയം തേങ്ങി. ഉമ്മ. കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ഉമ്മയെ നൂറ പോയി വിളിച്ചു. സൗദ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കവളിൽ ഉമ്മ വെച്ചു. ഉമ്മാന്റെ കുട്ടി ഉമ്മാനോട് ക്ഷമിക്ക്. ഞാൻ അപ്പോഴത്തെ സങ്കടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. സാരല്ലേ ഉമ്മ, എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാം ശീലമായി. ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ, ഞാൻ ജനിച്ച അന്നു മുതലേ കേൾക്കുന്നതല്ലേ ഇതൊക്കെ. ആ പിഞ്ചു നാവിൽ നിന്നും വളരെ പക്വതയാർന്ന വാക്കുകൾ വന്നുകൊണ്ടിരുന്നു. സൗദ, ഡി സൗദ. ബഷീറിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അവളുടെ കാതുകളിൽ വന്ന് പതിഞ്ഞു. ഭൂമിയിൽ ജനിച്ചു വീണ അന്നു മുതൽ ആ ശബ്ദം അവൾക്ക് ഭീതി ഉണർത്തുന്നതായിരുന്നു. ഇതാണ് നിന്റെ ഉപ്പ എന്ന് ഉമ്മ പറഞ്ഞു തന്നതല്ലാതെ അത് തന്റെ പിതാവാണെന്ന് അവൾക്ക് എന്നവരെ തോന്നിയിട്ടില്ല. അവളെ ഒന്ന് എടുത്ത് കൊഞ്ചിച്ചതായോ മോശം വാക്കുകളല്ലാതെ മോളെ എന്നൊന്ന് വിളിച്ചതായോ അവളുടെ ഓർമ്മയിലില്ല. ഉപ്പച്ചിക്ക് എന്താ ഉമ്മ എന്നെ ഇഷ്ടമില്ലാത്തതെന്ന് പല തവണ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ട്. നീ ഒരു പെൺകുട്ടിയായി പോയതാണ് നീ ചെയ്ത് തെറ്റെന്നതായിരുന്നു ഉമ്മാന്റെ മറുപടി. പുറത്തുനിന്നുള്ള ഉച്ചത്തിലുള്ള ഉമ്മയുടെ നിലവിളി നുറയെ അവളുടെ ചിന്തകളിൽ നിന്നും ഉണർത്തി. അവൾ റൂമിന്റെ പുറത്തേക്ക് പോയി നോക്കി. വിവാഹവേഷത്തിൽ നിൽക്കുന്ന ഉപ്പയെയും കൂടെ ഒരു സ്ത്രീയെയുമാണ് അപ്പോ അവൾ കണ്ടത്. നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും സഹിച്ച് നിങ്ങളുടെ കൂടെ നിന്നവളല്ലേ ഞാൻ. ആ എന്നോട് എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? സൗദ പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നെ വേണ്ട. എന്റെ ജീവിതത്തിൽ ഇനി എല്ലാം എന്റെ ജമീലയാണ്. കബീർ ആ സ്ത്രീയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു. എന്നെ വേണ്ടാത്തതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് എന്ത് കുറവാ ഞാൻ വരുത്തിയിട്ടുള്ളത്? നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? കിടപ്പറയിൽ പോലും നിങ്ങളുടെ എല്ലാ വൃത്തികെട്ട ആഗ്രഹങ്ങൾക്കും ഒരു എതിർപ്പും പറയാതെ ഞാൻ നിന്ന് തന്നിട്ടില്ലേ? എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകാൻ നിന്നെ കൊണ്ട് സാധിച്ചോ? ഞാനിനി ഏതൊക്കെ രീതിയിൽ നിന്നെ പ്രാപിച്ചാലും അതിന് നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് അറിയാൻ വേണ്ടി പിഴച്ചോളെ. പക്ഷെ എന്റെ ജമീല ഇവളെനിക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകും. എന്നിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എനിക്ക് നൽകാൻ കഴിയാത്ത ആൺകുട്ടിയെ ഇവൾക്ക് നൽകാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓരോ പൊട്ടത്തരങ്ങൾ മനസ്സിൽ വെച്ച് ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് അതേക്കുറിച്ച് അറിവുള്ള ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടെ? എന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് ഒരുത്തന്റെയും വിശദീകരണം ആവശ്യമില്ല. കൂടുതൽ നിന്ന് ചിലക്കാതെ തള്ളയും മോളും ഇന്ന് ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. ഇവിടുന്ന് പറഞ്ഞു വിടണ്ടേക്കാ. ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഒരാള് വേണ്ടേ? എനിക്ക് ഈ വീട്ടുജോലിയൊന്നും ചെയ്ത് ശീലമില്ല. എല്ലാം എന്റെ മുത്തു പറയുന്ന പോലെ. അയാൾ അവളുടെ കവിളിൽ നുള്ളി. എന്റെ ജമീല പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയാണ്. ഒരു കുറവും വരുത്താതെ നോക്കിക്കോണം ഇവളെ. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ പുതിയ ഭാര്യയെയും കൂട്ടി റൂമിലേക്ക് കയറി കതകടച്ചു. സൗദ അവിടെയിരുന്ന് പൊട്ടിക്കരഞ്ഞു. മറ്റൊരു സ്ത്രീയുമായി വന്ന് തന്റെ ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഉമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് നൂറയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ മോളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങാൻ അവൾ തീരുമാനിച്ചു. എവിടേക്കാണ് പഠിച്ചോന്ന് ഞാൻ പോവുക? സൗദയുടെ ഉപ്പ അവരുടെ ഭാര്യയായ ഖദീജക്ക് 3 പെൺമക്കളെയും ഒരു ആൺകുഞ്ഞിനെയും സമ്മാനിച്ചുകൊണ്ട് അവരുടെ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. സൗദ അവരിൽ രണ്ടാമത്തേതാ. മകൻ ഇളയതാണ്. അവൻ ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം ചേർന്ന് മദ്യപിച്ചതിന് ഉപ്പ അവനെ ഒരുപാട് തല്ലി. ആ ദേഷ്യത്തിൽ അന്ന് നാടുവിട്ടു പോയതാണവൻ. പിന്നെ ഉപ്പ മരിച്ചത് അറിയിക്കാൻ പോലും അവനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഉമ്മ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരുടെ മൂത്ത സഹോദരിയെയും സൗദയെയും കല്യാണം കഴിപ്പിച്ചത്. ഇനി അവർക്ക് താഴെ ഒരു പെൺകുട്ടിയും കൂടെയുണ്ട്. അവളെയും കൂടെ ആരുടെയെങ്കിലും കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഖദീജ. അതിന്റെ ഇടയിലേക്ക് വീണ്ടും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാനായി എങ്ങനെയാണ് താൻ പോവുക എന്ന ചിന്ത അവളെ അലട്ടി. എന്തിനാ പഠിച്ചോനെ നീ ഇങ്ങനൊരു ജന്മം എനിക്ക് തന്നത്? ഒരു നിമിഷം മരണത്തെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചുപോയി. പക്ഷേ തന്നോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം അതിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ചു. എല്ലാം സഹിച്ച് അവർ ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ഉല്ലസിക്കുന്നത് കാണേണ്ടി വരുന്നത് അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു. ആ വീട്ടിലെ ജോലികളെല്ലാം ആ ഉമ്മയും മോളും ചെയ്തു.
ഒരു വേലക്കാരിയുടെ വില പോലും അയാൾ അവർക്ക് നൽകിയില്ല. ഓരോ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ നരകതുല്യമായി കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയൊരിക്കൽ ഒരു ദിവസം ജമീലയുടെയും കബീറിന്റെയും കിടപ്പറയിലേക്ക് അവർ സൗദയെയും ക്ഷണിച്ചു. വാ സൗദ, നീ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തു തന്നാ മതി. രണ്ടുപേരും മാത്രമായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ബോറടിച്ചു തുടങ്ങി. നീയും കൂടെ വാ, നിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. കബീർ വശ്യമായ ചിരിയോടെ പറഞ്ഞു. അയാളുടെ ആവശ്യം അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. അവൾ വരില്ല എന്ന് വാശി പിടിച്ചപ്പോ അയാൾ അവളെ കുറെ തല്ലി. അയാളുടെ ശക്തിയിൽ പ്രഹരത്തിൽ അവളുടെ ശരീരത്തിൽ ചോര പൊടിഞ്ഞെങ്കിലും അവൾ അവർക്കൊപ്പം ആ മുറിയിൽ കയറിയില്ല. പിന്നെ അയാളുടെ കാമനോട്ടം നീങ്ങിയത് നൂറയുടെ പിഞ്ചു ശരീരത്തിലേക്കാണ്. 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഈ കരി പിടിച്ച മാക്സിയെല്ലാം മാറ്റി കുളിച്ച് സുന്ദരിയായി റൂമിലേക്ക് വന്നോണം. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ പിഴച്ച സന്തതിയെ അങ്ങോട്ട് പറഞ്ഞയച്ചാലും മതി. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിന് നിനക്ക് എങ്ങനെയാണ് കാമക്കണ്ണോടെ നോക്കാൻ പറ്റുന്നത്? സൗദയുടെ ശബ്ദം ആദ്യമായാണ് അത്രയും ഉച്ചത്തിൽ ആ വീട്ടിൽ കേൾക്കുന്നത്. ആ, എന്റെ ചോരയിൽ പിറന്നതല്ലേ, അപ്പൊ എന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാലോ. എന്തായാലും എന്റെ കുട്ടിയായിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ അംഗീകരിക്കില്ല. അപ്പോ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കട്ടെ. ഒട്ടും മനസാക്ഷിയില്ലാതെ അയാൾ പറഞ്ഞു. 1/2 മണിക്കൂർ ഞാൻ കാത്തു നിൽക്കും. അതിനുള്ളിൽ തള്ളയോ മോളോ ആരെങ്കിലും ഒരാൾ അവിടെ എത്തിക്കണം. സൗദ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ പകച്ചു നിന്നുപോയി. മോളെ, വേഗം നിന്റെ ഡ്രസ്സൊക്കെ എടുത്തോ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. സൗദ വേഗം ഷെൽഫിൽ നിന്നും ഡ്രസ്സെല്ലാം എടുത്ത് അവിടെയുള്ള ബാഗിലാക്കി. ഇനിയും അവിടെ നിന്നാൽ തന്റെ കുഞ്ഞിന്റെ ജീവിതം കൂടെ ഇല്ലാതാവുമെന്ന് മനസ്സിലായതുകൊണ്ട് സൗദ നൂറയെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കുറച്ചുനേരം കാത്തു നിന്നപ്പോൾ അവരുടെ സ്ഥലമായ പുളിക്കലിലേക്കുള്ള ബസ് വന്നു. അവർ അതിൽ കയറി സൈഡിലെ സീറ്റിലിരുന്നു. ബസിന്റെ വിൻഡോയിലൂടെ വരുന്ന കാറ്റിനോടൊപ്പം സൗദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ഇറങ്ങി വരവ് ഒരുപാട് കാലമായി അവൾ ആഗ്രഹിക്കുന്നതാണെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോർത്ത് അവളുടെ ഉള്ളം പിടഞ്ഞു. പുളിക്കൽ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ അവർ അവിടെ ഇറങ്ങി. അവളുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടതും സൗദയുടെ അടിവയറ്റിൽ നിന്നും ഒരു കാളൽ ഉയർന്നു. അവൾ പതിയെ മുന്നോട്ട് നടന്നു. അല്ലാ, ആരെയീ വരുന്നത്? കുറച്ചു ദിവസങ്ങളായി നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്ത. മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാണാനായി ഞാൻ അവിടേക്ക് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. വെട്ടിക്കൊണ്ടിരുന്ന മടൽ താഴെയിട്ടുകൊണ്ട് ഖദീജ ഓടിവന്ന് നൂറയെ കയ്യിലെടുത്തു. എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ ഇത്? കയ്യിലും കഴുത്തിലും ഒക്കെ ഓരോ പാടുകൾ. അവന് വീണ്ടും നിന്നെ ഉപദ്രവിച്ചോ? അവൾ പതിയെ മൂളി. നിന്നോട് ഇനി അവിടേക്ക് പോവണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൂടെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്താ ചെയ്യാ? ഓരോരോ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകി കിട്ടുന്ന പൈസ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചിലവിന് തന്നെ തികയുന്നില്ല. എങ്ങനെയെങ്കിലും നെസിയെയും കൂടെ ഒരാളുടെ കൈപിടിച്ച് ഏൽപ്പിച്ചാലേ സമാധാനമുള്ളൂ. ആർക്ക് സമാധാനം ഉമ്മ? മറ്റുള്ളവന്റെ അടുക്കളയിൽ കിടന്ന് മക്കൾ നരകിക്കുന്നത് കാണുന്നതാണോ ഉമ്മാക്ക് സമാധാനം? അവളെ കല്യാണം കഴിപ്പിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാം നല്ലപോലെ ആലോചിച്ച് അന്വേഷിച്ചിട്ട് മതി. അവൾ അനുഭവിച്ച വേദനയുടെ ആഴം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആരുടെയും സ്വഭാവം നമുക്കത്ര അന്വേഷിച്ചെന്ന് പറഞ്ഞാലും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. ചക്കയൊന്നുമല്ലല്ലോ ചൂത് നോക്കാൻ. നിന്റെ ഫാത്തിമ താത്തയുടെ കാര്യം നോക്ക്. അവൾക്ക് അവളുടെ കെട്ടിച്ച വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൂർണ്ണ സുഖസൗകര്യത്തോടു കൂടിയല്ലേ അവൾ അവിടെ ജീവിക്കുന്നത്. നമ്മുടെ വിധി പോലെ ഉണ്ടാവും എല്ലാം. ഞാനിനി എന്തായാലും അയാളുടെ അടുത്തേക്ക് പോവൂല ഉമ്മ. അങ്ങനെ പറയല്ല മോളെ. നിസിയുടെ കല്യാണം കഴിയുന്നവരെയെങ്കിലും ഞാൻ അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. എന്നെ ഈ കത്തി ഉപയോഗിച്ച് കുത്തി കൊന്നേക്കുമ്മ. അയാളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ കൊന്നു കുഴിച്ചു മൂടുന്നതാ. അവൾ അവിടെ ഉണ്ടായിരുന്ന കത്തി ഉമ്മാക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ മോളെ നീ ചെയ്യുന്നത്? ആ കത്തി താഴെയിട്. ഉമ്മാന്റെ അവസ്ഥ എല്ലാം എനിക്കറിയാം. അത് ആലോചിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാ ഞാൻ. ഉമ്മക്കറിയോ, കുറച്ചു ദിവസം മുന്നേ അയാൾ ഞാൻ നിക്കാഹ് ചെയ്തതാണെന്നും പറഞ്ഞ് ഒരു പെണ്ണുമായി കയറി വന്നു. ഇപ്പൊ അവളുമായിട്ടാണ് പൊറുതി. സ്വന്തം ഭർത്താവ് മറ്റുള്ളവളുമായി കിടക്ക് പങ്കിടുന്നത് കാണേണ്ടി വന്ന ഗതി കെട്ടവളാ ഞാൻ. ഞാനും എന്റെ മോളും വേലക്കാരിയേക്കാൾ മോശ അവസ്ഥയിലാ ഇത്രയും ദിവസം അവിടെ ജീവിച്ചത്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? സത്യമാണുമ്മ, ഞാൻ ജീവിച്ചു തീർത്ത സത്യം. എന്നിട്ടും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരുന്നതാ ഞാൻ. പക്ഷേ
അയാൾക്ക് ആസ്വദിക്കാൻ ഇന്ന് അയാൾ ആവശ്യപ്പെട്ടത് എന്റെ കുഞ്ഞിന്റെ ശരീരമാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഉമ്മ? നിങ്ങൾ പറ, ഇനിയും ഞാൻ അയാളുടെ അടുത്തേക്ക് പോവണോ? തുടരും.